അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അതായത് ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ, ഏറ്റവും അടുത്ത് കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരി 2022 അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് തൊട്ടടുത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം. കേട്ടിട്ടുണ്ട്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ചെയ്തിട്ട്? ഒരെണ്ണല്ലേ ചെയ്തുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ? ഏതായിരുന്നു ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലാസ്സിൽ ഒരെണ്ണല്ലേ നിങ്ങൾക്ക് ചെയ്തു തന്നുള്ളൂ അല്ലേ? കേട്ടിട്ടുണ്ട്. ഒരെണ്ണം ചെയ്തോളൂ അല്ലേ? പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് പെഡഗോജി പാർട്ടും കൂടി നോക്കിയിട്ട് പോകാം. അതായത് സെം 1, 2, 3, 4 സെമ്മും കൂടി കൂടെ നമുക്ക് നോക്കി പോവാം. അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാവേ. അതിന് മുമ്പ് നമുക്ക് ഇന്ന് നമ്മുടെ സാഹിത്യകാരന്മാരെ പരിചയപ്പെടാം. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ക്ലാസ്സിൽ നോക്കിയത് പ്രാചീന കവിത്രയും ആധുനിക കവിത്രയായിരുന്നു. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാലോ അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാര്. അതില് 4 പേരാണ് മലയാളത്തില് ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ളത്. അതിലൊരാളാണ് ജി ശങ്കരക്കുറുപ്പ്, പിന്നെ എസ് കെ പൊറ്റക്കാട്, പിന്നെ തകഴി ശിവശങ്കര പിള്ള, പിന്നെ MT വാസുദേവൻ നായർ. ഈ 4 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ ആള് ജി ശങ്കരക്കുറുപ്പ്. ഇതില് ഇദ്ദേഹത്തെ കുറിച്ചുള്ള നീണ്ട വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ കൃതികൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, അത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. ജി ശങ്കരക്കുറുപ്പ് എറണാകുളം ജില്ലയിൽ കാലടിക്കകത്ത് നായത്തോട് എന്ന സ്ഥലത്ത് 1901 ജൂൺ 3 ജനിച്ചു. മലയാളം വിദ്വാൻ പരീക്ഷ ജയിച്ച ശേഷം സ്കൂൾ അധ്യാപകനായി. പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം പ്രൊഫസറായി. പ്രധാന കൃതികൾ സാഹിത്യ കൗതുകം, 4 ഭാഗങ്ങളുണ്ടായിന്. സൂര്യകാന്തി, നവാതിഥി, നിമിഷം, ഇതളുകൾ, ഓടക്കുഴൽ തുടങ്ങിയ കാവ്യ സമാഹാരങ്ങളും ഇളം ചുണ്ടുകൾ, ഓലത്തീറ്റി, കാറ്റേവാ കടലേവ എന്നീ ബാലകവിതാ സമാഹാരങ്ങളും ജിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. വിശ്വദർശനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിന് ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചു. പത്മഭൂഷൺ ബഹുമതിക്കും അർഹനായി. 1968 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 1978 ഫെബ്രുവരി 2 അന്തരിച്ചു. ഇനി അടുത്ത ആളാണ് എസ് കെ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ നായർ പൊറ്റക്കാട് എന്നാണ് ശരിയായ പേര്. കോഴിക്കോട് പൊറ്റക്കാട്ട് വീട്ടിൽ 1913 മാർച്ച് 14 ജനിച്ചു. 1936 കോഴിക്കോട് നാഷണൽ ഗുജറാത്തി സ്കൂളിൽ അധ്യാപകനായി. 1939 ബോംബെയിലേക്ക് പോയി. 1949 വിപുലമായ ലോകസഞ്ചാരം ആരംഭിച്ചു. നോവലുകളായ നാടൻ പ്രേമം, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിന്റെ കഥ എന്നിവ പ്രധാനപ്പെട്ട കൃതികളിൽ പെടുന്നു. ഒരു ദേശത്തിന്റെ കഥ കഥാപരമായ രചനയാണ്. കാപ്പിരികളുടെ നാട്ടിൽ, ബാല്യദ്വീപ്, നൈൽ ഡയറി, സിംഹഭൂമി തുടങ്ങി 17ഓളം യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ രചിച്ചു. യവനികയ്ക്ക് പിന്നിൽ എന്ന കഥാസമാഹാരത്തിനും വിഷകന്യക എന്ന നോവലിനും മദ്രാസ് ഗവൺമെന്റിന്റെ അവാർഡ് ലഭിച്ചു. ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ സമ്മാനവും ലഭിച്ചു. 1962 മുതൽ 67 വരെ ലോകസഭാംഗമായിരുന്നു. 1982 ആഗസ്റ്റ് 6 അന്തരിച്ചു. ഇനി അടുത്തയാളാണ് തകഴി ശിവശങ്കര പിള്ള. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ തുടങ്ങിയ
25-ലധികം നോവലുകളും 800-ൽ പരം ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. 1912 ഏപ്രിൽ 17-ന് തകഴി പടഹാരം മുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ ജനിച്ചു. പ്ലീറ്റർഷിപ്പ് കോഴ്സ് പൂർത്തിയാക്കി പ്ലീറ്ററായി പ്രാക്ടീസ് തുടങ്ങി. ചെമ്മീൻ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഏണിപ്പടികൾക്ക് 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡും കയറിന് 1979 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ്, 1983 വയലാർ അവാർഡ് എന്നിവയും ലഭിച്ചു. മൊത്തത്തിലുള്ള സാഹിത്യ സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തി 1984 ജ്ഞാനപീഠം അവാർഡിന് അർഹനായി. 1985 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. എന്റെ വക്കീൽ ജീവിതം, എന്റെ ബാല്യകാലം എന്നീ ആത്മകഥകൾ രചിച്ചിട്ടുണ്ട്. 1999 ഏപ്രിൽ 10-ന് അന്തരിച്ചു. ഇനി അടുത്തയാളാണ് MT വാസുദേവൻ നായർ. പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിൽ 1933 ജൂലൈ 15-ന് ജനനം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 BSc കെമിസ്ട്രി ബിരുദം. അധ്യാപകൻ, പത്രാധിപൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, അമൃതം ഗമയ, പെരുന്തച്ചൻ, സുഹൃതം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു. രണ്ടാം ഊഴം എന്ന നോവലിന് വയലാർ അവാർഡും മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ അവാർഡും ലഭിച്ചു. 4 കെട്ട് സ്വർഗം 1996 ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു. പ്രധാന കൃതികൾ മഞ്ഞ്, കാലം, 4 കെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, രണ്ടാം ഊഴം നോവലാണ്. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയെടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, MTയുടെ തിരഞ്ഞെടുത്ത കഥകൾ, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്, ഹെമിംഗ്വേ, ഒരു മുഖപുര പ്രബന്ധമാണത്. ആൾക്കൂട്ടത്തിൽ തനിയെ യാത്രാവിവരണമാണ്. MTയുടെ തിരക്കഥകൾ പഞ്ചാഗ്നി, നഖശതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം. ഇത് തിരക്കഥകളാണ് അദ്ദേഹത്തിന്റെ. അപ്പം MTയുടെ കുറച്ചധികം ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം ഒന്നും ഓർക്കാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കാം, പക്ഷെ കൂടുതലും പ്രധാനപ്പെട്ടതായിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതും ഒക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ബാക്കി നമുക്ക് കിട്ടിക്കോളും. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ അല്ല മിസ്സേ. ക്ലിയർ അല്ല? ഒട്ടും ക്ലിയർ അല്ലേ? ക്ലിയർ ഇല്ല മിസ്സേ. എന്തല്ല സൂം ചെയ്താൽ കാണാം, അല്ലാതെ ക്ലിയർ ഉണ്ട് മിസ്സേ. ആണോ? ഇച്ചിരി സൂം ചെയ്യാവോ? കുറച്ച് സൂം ചെയ്യാവോ? സൂം ചെയ്ത് നോക്കുവോ? സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. PDF-ന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ ചിലപ്പം എന്റെ ജ്ഞാനപീഠത്തിന്റെ PDF ഗ്രൂപ്പിൽ വിടൂല്ലേ? ഗ്രൂപ്പിലിടാലോ. ഓക്കെ, ഇപ്പോ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് കാണാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ചൊന്ന് സൂം ചെയ്താൽ മതി കേട്ടോ. ഞാനത് സ്കാൻ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ കിട്ടിയ. ഓക്കെ, ഇതിനകത്ത് ആൻസർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ നിങ്ങൾ ആ ആൻസർ നിങ്ങൾ നോക്കി പഠിക്കരുത്, അതിൽ ചില തെറ്റുകളുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും പുറകിലായിട്ട് ഞാൻ ആൻസറുകൾ സഹിതം എത്തിച്ചിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ്. ആൻസർ കീ നോക്കി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നോക്കണേ. നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത് നോക്കി അത് ആൻസർ ആണെന്ന് നിങ്ങൾ കരുതരുത്, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. ഓക്കെ,
ഇനി ഗദ്യഭാഗവും പദ്യഭാഗവും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അത് അനുസരിച്ച് നിങ്ങൾ ആ ഗദ്യവും പദ്യവും ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ പോയി ഗദ്യം വായിക്കുക അല്ലെങ്കിൽ പദ്യം വായിക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യാനും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിങ്ങൾ തന്നെ ആദ്യത്തെ ഗദ്യവും പദ്യവും ചെയ്തിടുക കേട്ടോ. ഗ്രൂപ്പിൽ ഇടുകയാണെ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മാർക്ക് ഉത്തരം അയച്ചു തരുക ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ അത് രണ്ടും അങ്ങനെ മാറി. ഇനി നമുക്ക് 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗദ്യം പദ്യം തന്നെ ചെയ്ത് തന്നെ വായിച്ചു നോക്കുക, ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. എങ്ങനെയാണ് ഗദ്യം പദ്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി അതിനായിട്ട് നമ്മൾ സമയം കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി വിദ്യാലയത്തിലെ സർഗവേളയിൽ 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി 1 ചെയ്യുന്ന പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, മലയാളം. വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം. ഓപ്ഷൻ എ മഴ പതിപ്പ് പ്രദർശനം, ഓപ്ഷൻ ബി കഥ പറയൽ, ഓപ്ഷൻ സി രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം, ഓപ്ഷൻ ഡി കവിതാ ആലാപനം. എന്താണ് വിദ്യാലയത്തിൽ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണോ? ഉറപ്പാണോ? ഉറപ്പാണ് മിസ്. ഉറപ്പാണ്. എന്താണ് സർഗ? ഓക്കെ ഓക്കെ, സർഗവേള എന്ന് പറഞ്ഞാൽ എന്താണ് സർഗവേള? കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട്. ആ, ക്രിയേറ്റിവിറ്റി. അതെ. ഒരു മിനിറ്റ്, കോള്. സർഗവേള എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ ഇപ്പം കഥ, കവിത, പിന്നെന്താണ് മോണോറ്റ് അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ സ്കൂളുകളിലുണ്ടല്ലേ, ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികൾ നടത്തുന്നതിനും രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിനും അതുപോലെ ഈ പദ്യം ചൊല്ലല്, പിന്നെന്താണ് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പരിപാടികൾ കുട്ടികൾ തന്നെ ചെയ്യുന്ന, അപ്പൊ അങ്ങനെ ഒരു വേദിയാണ് നമുക്കുണ്ട് സ്കൂളിൽ, സർഗവേള എന്ന് പറയുന്നത്. അപ്പോൾ അതില് ഉൾപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആൻസർ ഏതാണ്? സി, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം. ശേഖരണം സർഗവേള എന്ന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ സർഗവേളയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഓപ്ഷൻ തന്നെ ക്ലിയർ ആണ് അല്ലെ? ബാക്കി മഴ പതിപ്പ് പ്രദർശനം, കഥ പറയൽ, കവിതാലാപനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെല്ലാം സർഗവേളയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം എന്നുള്ളത് ഏറ്റവും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താം. പിന്നെ അടുത്തത് 102ാമത്തെ ക്വസ്റ്റ്യൻ. ജാതി വർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പേരെന്ത്? ജാതി വർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് ഉള്ള പേരെന്ത്? ഓപ്ഷൻ എ പണിപ്പാട്ടുകൾ, ഓപ്ഷൻ ബി സാമുദായിക പാട്ടുകൾ, ഓപ്ഷൻ സി വിനോദ പാട്ടുകൾ. അതിടെയാണ് മൈക്ക് ഓൺ ആക്കിയിരിക്കുന്നത്. സാമുദായിക പാട്ടുകൾ, വിനോദ പാട്ടുകൾ, അസംബന്ധ പാട്ടുകൾ. എന്താണ് ജാതി വർഗ പാരമ്പര്യം? സാമുദായിക പാട്ടുകൾ. സാമുദായിക പാട്ടുകൾ. ഉറപ്പാണോ സാമുദായികമാണെന്ന്? ഉറപ്പാണ്. ഉറപ്പാണ്. നോക്കാം, ഉറപ്പാണോ ഇല്ല നോക്കാം. ഏതാണ്? DLED 3 ആണല്ലേ? നമ്മുടെ മലയാളം സെമ്മിന്റെ ഫസ്റ്റ് സെം, അതായത് DLEDന്റെ ഫസ്റ്റ് സെമ്മില് കിടപ്പുണ്ട് ഇവിടെ കുറെ പാട്ടുകളെ പറ്റി കിടക്കണം, നാടൻ പാട്ടുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഉള്ളതാണ് ഈ പാട്ടുകളെ പറ്റി. കാണാം, കണ്ടോ? നാടൻ പാട്ടുകളെ പല രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്, നാടൻ പാട്ടുകളുടെ വർഗീകരണം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പാട്ടുകളിൽ ഈ ഓരോ ഇതുണ്ടോ ഇവിടെ കാണുന്നുണ്ട്. കേരള സാഹിത്യ, അതായത് ഇത് നാടൻ പാട്ടുകളുടെ വർഗീകരണം ഏറെ പ്രയാസകരമാണെങ്കിലും വംശീയ പാരമ്പര്യം, അവതരണ പശ്ചാത്തലം, ഇതിവൃത്ത സ്വഭാവം, ദേശഭേദം, പാട്ടുകളുടെ ധർമ്മം, രസാനുഭൂതി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് കാണുന്നുണ്ട്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഗാന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓലയുടെയും നാരായത്തിന്റെയും ഒത്താശ കൂടാതെ പരക്കുന്ന നാടോടി പാട്ടുകളെ ദേവതാ പൂജ, വീരപുരുഷാരാധന, വിനോദം, ശാസ്ത്രം, കുലവൃത്തി, സദാചാരം എന്നീ വിഷയങ്ങളിലെ 6 തരത്തില്
തരത്തിലാണ് വിഭജിച്ച് കാണുന്നത്. ഇതുകൂടാതെ വടക്കൻ പാട്ടുകളായും തെക്കൻ പാട്ടുകളായും മറ്റൊരു തരം വിഭജനം കാണുന്നുണ്ട്. ഇത്തരം വിഭജനങ്ങൾക്ക് ഏറെ പരിമിതികൾ ഉള്ളതിനാൽ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി വംശീയ പാട്ടുകൾ, അനുഷ്ഠാനങ്ങൾ, വിനോദപ്പാട്ടുകൾ, പണിപ്പാട്ടുകൾ എന്നിങ്ങനെ 4 വിഭാഗത്തിലാണ് പാട്ടുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നാടൻ പാട്ടുകൾ പല ടൈപ്പ് ഉണ്ടല്ലേ, ഓരോന്നിനും. ഇപ്പം കൊയ്യുമ്പോ പാടുന്ന ഒരു പാട്ടുണ്ട്, പിന്നെ എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് വിശ്രമത്തിന് ഇരിക്കുമ്പോൾ പാട്ട് പാടി ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഈ കാവുകളിലും അങ്ങനെയൊക്കെ ഈ ആരാധനകൾക്കൊക്കെ ഒരു ടൈപ്പ് ഓഫ് പാട്ട്, സർപ്പപ്പാട്ട്, അങ്ങനെയുള്ള പാട്ടുകൾ. അങ്ങനെ ഓരോ പാട്ടിന്റെയും അതിന്റെ ഇതിവൃത്തവും അതിന്റെ സാഹചര്യവും കണക്കിലെടുത്ത് പാട്ടുകളെ തരം തിരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. തരം തിരിച്ചത് ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയാണ്. അതിൽ ആദ്യത്തേതാണ് വംശീയ സാമുദായിക പാട്ടുകൾ. ഒന്ന്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ? ജാതിവർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പേരെന്ത്? ഇപ്പൊ ഓപ്ഷനകത്ത് സാമുദായിക പാട്ടുകൾ എന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വിനോദ പാട്ടുകൾ, പണിപ്പാട്ടുകൾ, അസംബന്ധ പാട്ടുകൾ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ നാടൻ പാട്ടുകളിൽ ഭൂരിഭാഗവും ജാതി, വർഗ, സാമുദായിക, വംശീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവയാണ്. ഈ പാട്ടുകൾ കൈകാര്യം ചെയ്യുന്ന സമുദായത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ പ്രത്യേകതകൾ ഇവരുടെ പാട്ടുകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. പുള്ളുവൻ പാട്ട്, വേലർ പാട്ട്, മലയർ പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, പുലയർ പാട്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ പാട്ടുകളുടെ പേരുകൾ തന്നെ വംശ പാരമ്പര്യത്തിന്റെ സൂചനകളാണ്. ഇങ്ങനെ ജാതിയുടെയും വർഗത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ ആ ഒരു ചൊവ്വ കലർന്ന, അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരികവും ആ ഒരു പാരമ്പര്യവും വിളിച്ചോതുന്ന പാട്ടുകളെ പറയുന്ന പേരെന്താണ്? സാമുദായിക പാട്ടുകൾ. അതിന്റെ ഉദാഹരണങ്ങളാണ് പുള്ളുവൻ പാട്ട്, വേലർ പാട്ട്, മലയർ പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ പുള്ളുവരാരാണ്, വേലർ ആരാണ്, മലയർ ആരാണ്, ബ്രാഹ്മണർ ആരാണ്, പുലയർ ആരാണ്, മാപ്പിളപ്പാട്ട് അല്ലെ മുസ്ലിങ്ങളുടെ ഒരു ഇതാണ്. അപ്പൊ അതിലൊക്കെ ജാതിയും അതിന്റെ സാമുദായത്തെ പറ്റിയൊക്കെ അതിന്റെ പാരമ്പര്യവും അതിന്റെ സംസ്കാരവും ഒക്കെ പറയുന്ന പാട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ചോദിച്ചിരിക്കുന്ന ഉത്തരം ഏതാണ്? ഏതായിരിക്കാം? സാമുദായിക പാട്ടുകളാണ് അല്ലെ. ഇനി വേറെ അടുത്ത ഒരു വിഭജനമാണ് അനുഷ്ഠാന പാട്ടുകൾ. പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം കേട്ടോ. അപ്പൊ അനുഷ്ഠാന പാട്ടുകൾ അടുത്തത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി അനുഷ്ഠിക്കുന്ന ജാതി മതപരമായ കർമ്മങ്ങൾ, ആരാധനകൾ, മന്ത്രവാദ ക്രിയകൾ, ഉച്ചാടന കർമ്മങ്ങൾ, ദേവതോപാസന, അനുഷ്ഠാനപരമായ ഉത്സവ ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടുകളാണ് അനുഷ്ഠാന പാട്ടുകൾ. ഉദാഹരണങ്ങളാണ് തോറ്റം പാട്ടുകൾ, സർപ്പപ്പാട്ടുകൾ, മുടിയേറ്റ് പാട്ടുകൾ, പടയണി പാട്ടുകൾ, കുത്തിയോട്ട പാട്ടുകൾ, കണ്ണീർ പാട്ട് തുടങ്ങിയവ അനുഷ്ഠാന പാട്ടുകളിൽ പെടുന്നവയാണ്. അനുഷ്ഠാനങ്ങളിൽ പെടുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ട് അനുഷ്ഠിക്കുന്നതാണ്. അവിടെ നമ്മുടെ ജാതിയും മതപരമായിട്ടുള്ള കർമ്മങ്ങളും ആരാധനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാട്ടുകളാണ് അനുഷ്ഠാന പാട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പഠിച്ചു പോണം കേട്ടോ. ഇനി അടുത്തത് വിനോദ പാട്ടുകൾ. വിനോദ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടി പാടുന്ന പാട്ടുകളാണ് വിനോദ പാട്ടുകൾ എന്ന് പറയുന്നത്. വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടി പാടുന്ന പാട്ടുകളാണ് വിനോദ പാട്ടുകൾ. നിരർത്ഥകങ്ങളെന്നോ അസംബന്ധങ്ങളെന്നോ അവിടെ ഓപ്ഷന് ചോദിച്ചിട്ടുണ്ട്. അസംബന്ധ പാട്ടുകൾ കേട്ടോ. അപ്പൊ നമ്മൾ ഞങ്ങള് DLED പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മിസ് പറയുമായിരുന്നു, നിങ്ങൾ വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കണം, അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് വിനോദ പാട്ടുകൾ എന്ന് അവിടെ മെയിൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിലെ രണ്ടാമത്തെ വരിയിൽ കണ്ടോ പറഞ്ഞിരിക്കുന്നത് നിരർത്ഥകങ്ങൾ എന്നോ അസംബന്ധങ്ങൾ എന്നോ തോന്നുന്ന, അവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അസംബന്ധ പാട്ടുകളാണ് അല്ലെ. അതേ വേർഡ് തന്നെയാണ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഈ നമുക്ക് തന്നിരിക്കുന്ന DLED ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ സെയിം വാക്കുകൾ ആസ്വദിച്ച് അതുപോലെ എടുത്ത് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്നും കളയാനില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൽ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം കണ്ടോ. വിനോദ പാട്ടുകൾ നേരെ തന്ന പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലെത്താം. പക്ഷെ അവര് അതിലും ഒരു ഇത് വെച്ചിരിക്കുകയാണ് അസംബന്ധ പാട്ടുകൾ. അപ്പോൾ വായനയിൽ അല്ലെങ്കിൽ അക്ഷരങ്ങളോട് ബന്ധമുള്ളവർക്ക് നമുക്ക് ആ വാക്കുകളുടെ അർത്ഥമൊക്കെ ഗ്രഹിച്ചെടുക്കാൻ എന്താണെന്ന് അറിയുള്ളൂ.
അപ്പോ ചിലർക്ക് ചോദിക്കും അസംബന്ധ പാട്ടുകളെ പറ്റി എന്താണ് ഇതിൽ DLED വലിയ കാര്യമായിട്ട് പറയുന്നില്ല, എവിടെയാ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതിനകത്ത് ആ വരികൾ തന്നെ കൊടുത്തിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും ശ്രദ്ധ നമ്മൾ എത്രമാത്രം സീരിയസ്നെസ് കൊടുക്കണം എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. അപ്പൊ ഇതില് കൊടുത്തിരിക്കുന്നതാണ് നിരർത്ഥകങ്ങളെന്നോ അസംബന്ധങ്ങളെന്നോ തോന്നുന്ന പാട്ടുകളുടെയും അടിസ്ഥാന ധർമ്മം കൊണ്ടാണ് ആ അത്തരം പാട്ടുകളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോൽകളി, ചവിട്ടുകളി, കൈകൊട്ടിക്കളി, ദഫ്കളി, ചരട് പിന്നിക്കളി, പരിചകളി തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. വിനോദ പാട്ടുകളാണ് കേട്ടോ. വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടിയൊക്കെ പാടുന്ന പാട്ടുകൾ. ഇനി അടുത്തതാണ് പണിപ്പാട്ടുകൾ. പണിപ്പാട്ടുകൾ എന്ന് പറയുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പണിപ്പാട്ടുകൾ അല്ലെങ്കിൽ കൃഷിപ്പാട്ടുകൾ. കൃഷി പണി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ഒരു ജോലിയുമായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് തന്നെ നിൽക്കുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടവയാണ് പണിപ്പാട്ടുകൾ. തൊഴിലിന്റെ ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടി ആനന്ദവും ആശ്വാസവും നൽകുകയാണ് ഇത്തരം പാട്ടുകളുടെ ധർമ്മം. കൊയ്ത്തുപാട്ട്, തേക്കുപാട്ട്, വള്ളപ്പാട്ട്, ചക്രപ്പാട്ട്, നുണപ്പാട്ട് തുടങ്ങിയവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ നോക്കി വെക്കുക. ഇനി ഇവിടെ ചിലപ്പോൾ ചിലർക്ക് മാറിപ്പോകാം. അതായത് അനുഷ്ഠാന പാട്ടുകളും സാമുദായിക പാട്ടുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രണ്ടിലും ജാതിയും വർഗവും അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ സെയിം വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് തെറ്റുപറ്റിപ്പോവാം. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതായത് മന്ത്രവാദ പാട്ടുകള്, പിന്നെ എന്താ ഉച്ചാടന കർമ്മങ്ങള്, അങ്ങനെയൊക്കെയുള്ള മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അനുഷ്ഠാനം കേട്ടോ. പിന്നെ സമുദായം എന്ന് പറയുന്നത് നമ്മുടെ ജാതി വർഗ സമുദായിക വംശീയ പാരമ്പര്യം അനുസരിച്ച് ഉള്ള പാട്ടുകൾ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അതെ അതെ മിസ്. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യന് 103-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. വിനോദപ്പാട്ടുകൾ, അസംബന്ധ പാട്ടുകൾ കണ്ടോ. ഇത് രണ്ടും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ ഉള്ളതാണ് വിനോദപ്പാട്ടുകൾ, അസംബന്ധ പാട്ടുകൾ. പക്ഷെ അത് രണ്ടും 2 ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ പെട്ടെന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് അതൊക്കെ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. 103-ാമത്തെ ക്വസ്റ്റ്യൻ, ആചാര അനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടക പദങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ സമസ്ത പദം അല്ലെങ്കിൽ സമാസം നമ്മൾ കണ്ടതാണ്. ഓപ്ഷൻ എ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഓപ്ഷൻ ബി ആചാരത്തോടുള്ള അനുഷ്ഠാനം, ഓപ്ഷൻ സി ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങൾ, ഓപ്ഷൻ ഡി ആചാരങ്ങളുടെ അനുഷ്ഠാനം. ഏതാണ് ആചാര അനുഷ്ഠാനം? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വേറെയാണെന്ന് തോന്നുന്നേ? ഇല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അതിന്റെ ആൻസർ. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും 2 ഘടക പദങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം വരുമ്പോൾ അത് ഏത് സമാസമായിരിക്കും? ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം. ആചാരത്തെയും കളയാൻ നമുക്ക് ഇവിടെ ഇല്ല, അനുഷ്ഠാനത്തെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഏതിനെ മാറ്റി നിർത്തിയാലും അത് പൂർണ്ണമാവില്ല. അപ്പോൾ അതുകൊണ്ട് ആചാരവും അനുഷ്ഠാനവും ഈ വാക്യത്തിൽ ഒന്നുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് ദ്വന്ദ്വ സമാസത്തിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് 104-ാമത്തെ, അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന വാക്യത്തിൽ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വഴി തടയുക, ഓപ്ഷൻ ബി ഗത്യന്തരമില്ലാതാവുക, ഓപ്ഷൻ സി വടികൊണ്ടടിക്കുക, ഓപ്ഷൻ ഡി വീമ്പ് കാട്ടുക. എന്താണ് അളമുട്ടിയാൽ ചേരയും? ഗത്യന്തരമില്ലാതാവുക. ഗത്യന്തരമില്ലാതാവുക അതാണ് ആൻസർ. ഇപ്പൊ അതില് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളത് എന്താണ് ശരിക്കും? അതന്നെ ശൈലിയാണോ പഴഞ്ചൊല്ലാണോ? എന്താണത്? അളമുട്ടിയാൽ ചേരയും കടിക്കും ശൈലിയല്ലേ? അപ്പോൾ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ഗത്യന്തരമില്ലാതാവുക എന്നുള്ളതാണ്. ഇനി അടുത്തത് 105-ാമത്തെ, പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവിയാര്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, ഇരയിമ്മൻ തമ്പി. എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ. നിങ്ങൾ ഈ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ആണോ നോക്കുന്നത്, അതെയോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് തന്നെയാണോ എത്തുന്നത്? ഞാൻ ഇത് എക്സാം എഴുതിയായിരുന്നു. ക്വസ്റ്റ്യൻ എന്റെ കയ്യിലുണ്ട് ടീച്ചറെ. അപ്പൊ ഞാൻ ഉണ്ടോ? എഴുതിയ ആൻസറാ ഉണ്ടോ? പറയുന്നത്.
ആണോ? പുതുമലയാൺമത്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുതുമലയാൺമത്തൻ മഹേശ്വരൻ, പുതുമലയാൺമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുതുമലയാൺമ അറിയോ? പുതുമലയാത്മ എന്താണ്? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഉണ്ടോ അതിനകത്ത്? ഹലോ, ക്ലാസ്സിലുണ്ടോ എല്ലാരും? ഉണ്ട് മിസ്. ഉണ്ട് ഉണ്ടോ? ഉണ്ട് ആരുടെയും ഉണ്ട് മിസ്. അനക്കമില്ലേ? ഉണ്ട് മിസ്സേ. ഉണ്ടോ? ആ, ടീച്ചർ. എല്ലാവരുടെയും ഗഹനമായ പഠനമായതുകൊണ്ടാണോ? എന്താണ് പുതുമലയാത്മതൻ? എന്താണ് ആ വേർഡിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും. പുതുമലയാത്മതൻ കേട്ടിട്ടൊന്നും തോന്നുന്നില്ല. പുതുമലയാത്മതൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. ഈ പറഞ്ഞപ്പോ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് എഴുത്തച്ഛനും മലയാളവും തമ്മിൽ എന്താണ് ഒരു ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭാഷയുടെ ഭാഷയുടെ അല്ലേ? ഭാഷയുടെ, മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. എന്താണ് എഴുത്തച്ഛൻ ശരിക്കും എന്താ മലയാളത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? എന്താ ശരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷയോട് എപ്പോഴും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പിടിയുണ്ടോ? ഭാഷയെ രൂപീകരിച്ചു എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് എഴുത്തച്ഛനും ഭാഷയുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിർത്താനുള്ള കാര്യം എന്താണ്? എഴുത്തച്ഛന്റെ മലയാള ഭാഷയ്ക്കുള്ള എഴുത്തച്ഛന്റെ സംഭാവനകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോ സംസ്കൃതവും ആദ്യം നമുക്കുണ്ടായിരുന്ന തമിഴാണ് അല്ലെ? മണിപ്രവാളം അങ്ങനെ പറയുന്ന ഒരു തമിഴ് കലർന്ന മലയാളമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതില് എന്താണ് കൃത്യമായിട്ടൊരു ഭാഷ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ലിപികളോട് ചേർത്ത് വെക്കുന്ന ഒരു ഭാഷ മലയാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ആക്കിയെടുത്തത് ഈ എഴുത്തച്ഛനാണ്. അതാണ് ഒരു പുതുമലയാൺമതൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് നമ്മുടെ ഭാഷയ്ക്ക് ഒരു അസ്തിത്വം തന്നതും നമ്മുടെ ഭാഷയ്ക്ക് ഒരു നട്ടല് കൊടുത്തതും ഇദ്ദേഹമാണ്. അപ്പോ ഇതിനകത്ത് നിങ്ങളെ സംഭാവനകൾ നോക്കിയാൽ കാണാം. സംസ്കൃതവും മലയാളവും തിരിച്ചറിയാനാവാത്ത വിധം ഇടകലർത്തി ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി രൂപപ്പെടുത്തി. മലയാളത്തിന് സ്വന്തമായി അക്ഷരമാല രൂപപ്പെടുത്തി. സംസ്കൃത പദങ്ങൾക്കൊപ്പം തനി മലയാള പദങ്ങളും കവിതയിൽ ഉപയോഗിച്ചു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ മികച്ച ഒരു സാഹിത്യ ശാഖയാക്കി മാറ്റി. തത്വചിന്തയും ഈശ്വര ചിന്തയും മനുഷ്യരെ നവീകരിക്കാനുള്ള ഉപാധികളാക്കി മാറ്റി. കവിത മനുഷ്യ നവീകരണത്തിനുള്ള ഉപാധിയാക്കി. സാഹിത്യം ഭാഷാപരവും വൃത്തപരവുമായി തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ചേരിവിട്ട് സ്വന്തമായ ഒരു ഭാഷ സൃഷ്ടിക്കുന്നതിൽ നേതൃത്വം വഹിച്ചു. സമുദ്രം പോലെ കിടക്കുന്ന പുരാണ കാവ്യങ്ങളെ അനുയോജ്യമായ രീതിയിൽ ചുരുക്കി എഴുതി. ഇപ്പോൾ ആദ്യത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ രണ്ടെണ്ണം സംസ്കൃതത്തിനും മലയാളത്തിൽ തിരിച്ചറിയാനാവാത്ത വിധം ഇടകലർത്തി ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി രൂപപ്പെടുത്തി. അവിടെ ഒരു പുതിയ ഭാഷ രൂപപ്പെടുത്തി. അതുപോലെ മലയാളത്തിന് സ്വന്തമായി അക്ഷരമാല രൂപപ്പെടുത്തി. പിന്നെ സാഹിത്യ ഭാഷാപരവും വൃത്തപരവുമായി തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും പേര് ചേരി വിട്ട് സ്വന്തമായ ഒരു പാത, അതായത് മലയാളത്തിന് തന്നെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു അക്ഷരമാല ക്രമപ്പെടുത്തി മലയാളത്തെ ഉയർത്തി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ മലയാളത്തിന് തന്നെ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എഴുത്തച്ഛനാണ്. അപ്പോ അതുകൊണ്ടാണ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് പറഞ്ഞു. പുതുമലയാളം അതായത് പുതിയ അക്ഷരങ്ങളുമായിട്ട് മലയാളത്തെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് വിപുലമാക്കിയതും ആ ഭാഷ നമുക്ക് ഇത്രയും ഒരു ഭംഗിയുള്ള ഭാഷയാക്കി അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന അത്രയും മഹത്തരമാക്കിയ ആ ഭാഷയെ മാറ്റിയത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് പുതുമലയാൺമതൻ ഭാഷ അല്ല മഹേശ്വരൻ എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിടികിട്ടുന്നുണ്ടോ? എന്തെങ്കിലും കെട്ടിയൊന്നും അല്ലല്ലോ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ
ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇനി ഇതിനകത്ത് പിന്നെ പറഞ്ഞാണ് കുഞ്ചൻ ആരാണ് ചെറുശ്ശേരി ആരാണ്? ചെറുശ്ശേരി ആരാണെന്നറിയോ? ചെറുശ്ശേരി എന്ന് പറയുന്നത് പറഞ്ഞോ, ആരാണ് ചെറുശ്ശേരി? കൃഷ്ണഗാഥയുടെ രചയിതാവാണ് അല്ലെ? കൃഷ്ണഗാഥ രചിച്ച ആളാണ് ചെറുശ്ശേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് കൃഷ്ണഗാഥ ഏത് വൃത്തമാണ് കൃഷ്ണഗാഥ രചിച്ച ആളാണ്. ഏത് വൃത്തമാണ് കൃഷ്ണഗാഥയ്ക്കുള്ളത്? എന്താണ് കൃഷ്ണഗാഥയ്ക്ക് ഉള്ള വൃത്തം ഏതാണ്? മണിപ്രവാളം. മണിപ്രവാളല്ല, മഞ്ചരി വൃത്തം. മഞ്ചരി വൃത്തമാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. മഞ്ചരി വൃത്തമാണ് ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥയുടേത്. ഇനി കവി കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മന്റെ സമകാലികനായിരുന്നു അദ്ദേഹം. ഈ ചെറുശ്ശേരി എന്നത് കവിയുടെ പേരാണെന്നും കവിയുടെ ഇല്ലപ്പേരാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദയവർമ്മൻ കോലത്ത് നാട് ഭരിച്ചത് 621 മുതൽ 650 വരെയാണെന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തിന്റെ. ഗാഥ എന്ന് പറഞ്ഞാൽ ഗാനം എന്നാണ് അതിന്റെ അർത്ഥം. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി കൃഷ്ണഗാഥയെ പറ്റിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിലെ ഭാഷയെ പറ്റി, അതിന്റെ അലങ്കാരങ്ങളെ പറ്റി നിങ്ങൾ DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കണം. കൂടുതലും ചെറുശ്ശേരി ഫലിതവും പരിഹാസവും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. ഫലിത പരിഹാസങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രചനകളായിരുന്നു എപ്പോഴും ചെറുശ്ശേരിക്ക് ഉണ്ടായിരുന്നത്. കുറുക്കിക്കൊള്ളുന്ന മറുപടികളൊക്കെ ആ കവിതകളിലൂടെ അല്ലെങ്കിൽ ആ രചനകളിലൂടെയൊക്കെ അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. ഇനി വാഗ്മയ ചിത്രങ്ങളും ആകർഷകമായിട്ടുള്ള എന്താണ് ഈ വാഗ്മയ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വാദനത്തിലേക്കൊക്കെ വരുമ്പോൾ പ്രധാനപ്പെട്ടതാണ്. എന്താണ് വാഗ്മയ ചിത്രം? വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രം, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഇപ്പോൾ ഒരു രചന നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു വരിയില് അല്ലെങ്കിൽ ഒരു കഥയാവട്ടെ, നോവലാവട്ടെ, നമുക്ക് വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ വാക്യത്തിന് നമ്മുടെ ഉള്ളിലൊരു ചിത്രം ഉണ്ടാക്കാനായിട്ട് പറ്റും. വാക്കുകളിലൂടെ നമ്മുടെ കണ്ണ് കടന്നു പോകുന്നുണ്ട് എങ്കിലും നമുക്കൊരു ചിത്രം, ഒരു രൂപം നമുക്ക് ഉള്ളിൽ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന് പറയുന്ന പേരാണ് വാഗ്മയ ചിത്രം. വാക്കുകളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചിത്രം ആണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഗാഥാവൃത്തം ഭാഷ മഞ്ചരിയിലാണ് കേട്ടോ കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്, തെറ്റിക്കരുത്. ഓക്കെ. ഇനി ആരാണ് കുഞ്ചൻ നമ്പ്യാർ? ആരാണ് കുഞ്ചൻ നമ്പ്യാർ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. അപ്പൊ ആര്? കുഞ്ചൻ നമ്പ്യാർ. പിന്നെ ഭക്തിയാണ് കേട്ടോ എഴുത്തച്ഛന്റെ കവിതകളിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത് കേട്ടോ. ഭക്തിയാണ് കൂടുതൽ. ഭക്തിയിലൂടെയാണ് പുള്ളി ഓരോ കാര്യങ്ങളും നടപ്പാക്കി, അല്ലെങ്കിൽ കവിതയിലൂടെ. പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അത് കുഞ്ചൻ നമ്പ്യാർ. ഞാൻ ആദ്യം ഭക്തിയുടെ കാര്യം പറഞ്ഞത് എഴുത്തച്ഛനാണ്. ഓക്കെ. പാലക്കാട് ജില്ലയിലെ ലക്കിടി കുള്ളിക്കുരിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. സാഹിത്യ ചരിത്രകാരനായ P. ഗോവിന്ദൻ പിള്ളയുടെ അഭിപ്രായം അനുസരിച്ച് AD 1705 കുഞ്ചൻ നമ്പ്യാരുടെ ജനനം. കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവിയായും കവിത ചാട്ടവാറാക്കിയ കവിയായും കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ സമകാലികന്മാരായിരുന്നു രാമപുരത്ത് വാര്യരും ഉണ്ണായി വാര്യരും. ആട്ടക്കഥയിലും വഞ്ചിപ്പാട്ടിലും നിസ്തുലമായ സംഭാവനകൾ നൽകിയവരായിട്ടും കുഞ്ചൻ നമ്പ്യാർക്ക് ലഭിച്ചത്ര പ്രചാരം ഇവർക്ക് ലഭിച്ചില്ല. തുള്ളൽ കൃതികളുടെ പ്രത്യേകതകളാണ് ഇതിന് കാരണം. പിന്നെ തുള്ളലിന്റെ ഐതിഹ്യത്തെ പറ്റിയും നമ്പ്യാർ കവിതകളുടെ സവിശേഷതകളെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. കേൾവിക്കാരന്, വായനക്കാരന് വർണ്ണ്യ വസ്തുവിന്റെ യഥാർത്ഥ ചിത്രം ലഭിച്ചാലേ നമ്പ്യാർക്ക് തൃപ്തിയാവും. സൗഗന്ധിക പുഷ്പം തേടിപ്പോകുന്ന ഭീമസേനന്റെ മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന ഹനുമാന്റെ വർണ്ണന, ഒത്തിരി വർണ്ണനകൾ ഉള്ളതാണ്. അതുപോലെ പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം നമ്പ്യാർ രചനകളിൽ മാത്രം കൂടുതലും കാണപ്പെടുന്നതാണ് പഴഞ്ചൊല്ലുകളുടെ ഉപയോഗം.
അതിലെ ഉദാഹരണങ്ങളാണ്: അച്ചിക്ക് ദാസ്യവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയങ്ങ് തൊപ്പിയിട്ടിടണം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം, കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധ മുലകിൽ സുലഭം. ഇങ്ങനെ പഴഞ്ചൊല്ലുകളും കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫലിതം, സാമൂഹ്യ വിമർശനം, പരിഹാസം. ഫലിതവും പരിഹാസവും നമ്പ്യാരുടെ പ്രത്യേകതകളാണ്. ഇവ കേവലം എന്നതിനപ്പുറം സാമൂഹ്യ വിമർശനത്തിനുള്ള ഉപാധിയായിട്ടാണ് നമ്പ്യാര് കരുതിക്കൊണ്ടിരുന്നത്. ഇതാണ് നമ്പ്യാർ. പിന്നെ കേരളീയത നമ്പ്യാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളീയതയാണ്. പുരാണത്തിലെ രാജാക്കന്മാരും ദേവകളും ഒക്കെ തനി കേരളീയരാണെന്ന് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആണ് അദ്ദേഹത്തിന്റെ കേരളത്തോടുള്ള ഒരു മതിപ്പാണിത്. ഇനി പ്രധാന കൃതികൾ. കുഞ്ചൻ നമ്പ്യാരുടെ എല്ലാ കൃതികളും പുരാണ കഥകളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, പഞ്ചതന്ത്രം, ശിവപുരാണം, സൂത്രവാക്യം, ഇങ്ങനെ 36 തുള്ളൽ കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. മറ്റു ചില രചനകളുടെ കർത്തൃത്വവും അദ്ദേഹത്തിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ സാഹിത്യ ലോകം അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. 36 കൃതികളിൽ 20 ഓട്ടം തുള്ളലും 8 വീതം പറയനും ശീതങ്കനുമാണ്. നമ്പ്യാരുടെ ഭാഷ തനി സംസ്കൃതമോ മലയാളമോ ആയിരുന്നില്ല. ഭാഷാംശം കൂടുതലുള്ള മണിപ്രവാള ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതാണ്: പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. ഇങ്ങനെ മലയാള ഭാഷയോട് ഒത്തിരി ചേർന്ന് നിന്ന കവികളാണ്. ജനകീയത കൊടികുത്തിവാണ അക്കാലത്തും താഴ്ന്ന ജാതിക്കാർക്കായി വാദിച്ചത് നമ്പ്യാരുടെ പ്രത്യേകതയാണ്. തുള്ളലിലെ ഒരു വിഭാഗം പോലും താഴ്ന്ന ജാതിയുടെ പേരിലാണ്. പറയൻ തുള്ളൽ. ജാതീയതയ്ക്കെതിരെയുള്ള ആ ഒരു നീക്കമായിരുന്നു അത്. പറയൻ തുള്ളൽ കേട്ടോ. ഇത്രയാണ് ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഇപ്പോൾ പ്രാചീന കവിത്രയം കവർ ചെയ്തു. DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 105. കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെണ്ട, ശുദ്ധമണ്ഡലം, തിമില, ചേങ്ങില. എന്താണ് കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ചെണ്ട, ശുദ്ധമണ്ഡലം, ശുദ്ധമദ്ദളം, തിമില, ചേങ്ങില. എന്താണ്? ശുദ്ധമദ്ദളം. 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 നോക്കാം. ടെസ്റ്റ് നമ്മുടെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ തിമില. ആരോ എന്തോ പറഞ്ഞല്ലോ. തിമില ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ശുദ്ധമദ്ദളമാണോ തിമിലയാണോ? ഓപ്ഷൻസ്. ഓപ്ഷൻ എവിടെയാണത്? ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലെ കവികളെ പറ്റി പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നഷ്ടപ്പെടുത്തരുത്, കളയരുത്, വായിച്ചു തുടങ്ങണം. ഇതിനകത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ ഞാൻ പറയാം. കഥകളി എവിടെയാണ്? കഥകളിയുടെ കാര്യം പറയാം. ഇതൊക്കെ നിങ്ങൾ മറിച്ചു പോയപ്പോ കണ്ടെത്തുന്നതാണോ? ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നോവലുകളെ പറ്റി, ചെറുകഥയെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മറിച്ച് നോക്കിയായിരുന്നോ? നേരത്തെ പഠിച്ച ഓർമ്മയിൽ പറഞ്ഞ ടെക്സ്റ്റ് നോക്കണം കേട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കലയും സാഹിത്യവും ഇതിനകത്ത് കഥകളിയെ പറ്റി പറയുന്നുണ്ട്.
വന്നേ. തീർന്നോ? യക്ഷഗാനം, പൊറാട്ടുകളി, ചവിട്ട് നാടകം, കാക്കരിശി നാടകം, വെള്ളി നാടകം, നാടോടി, സംസ്കൃതം, കുട്ടികളുടെ നാടകം, കഥകളി. കഥകളിയുടെ വാദ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കഥകളിയെ അടുത്തറിയാം. നൃത്തം, നാട്യം കലാവിശേഷമാണ്. ഇതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അന്യഭാഷ. നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? മുദ്ര കാണിക്കുമ്പോൾ കൈയും കണ്ണും മെയ്യും മനസ്സും യോജിച്ചു പോകണം, എന്നാലേ രസം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ കണ്ടോ? ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ 4 വാദ്യങ്ങളാണ് കഥകളിക്കുള്ളത്. അപ്പോ ഏതാണ് കഥകളിയിൽ പെടാത്തത്? ഏതാണ്? തിമില. കണ്ടോ? ഉത്തരം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മലയാളം. അതില് ഒത്തിരി പേർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ടുള്ള 25 മേലെ 26, 28 കൂടുതലും ആരും 23 താഴെ ആരും പോയിട്ടില്ല. എല്ലാവർക്കും അത്രയും മാർക്ക് ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ മുഴുവനും നമ്മുടെ ബുക്കും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറും ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൃത്യം പറഞ്ഞത് ഇത് ടെക്സ്റ്റ് കിടപ്പുണ്ടെന്നുള്ളത്. കണ്ടോ? ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ 4 വാദ്യങ്ങളാണ് കഥകളിക്ക്. അത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. കഥകളിയെ പറ്റി വളരെ വളരെ വലിയൊരു വിവരണമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? വേഷങ്ങള്, കഥകളിയിൽ പല കത്തി, താടി, മിനുക്ക്, അങ്ങനെയൊക്കെ പറയുന്ന കുറെ അവതാരങ്ങൾ ഉണ്ടല്ലോ. കണ്ടോ? ഇത് മുഴുവനും കഥകളിയെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കരുത്, ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ജനറൽ അല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. DLEDന്റെ ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം ഇത് കഥകളിയുടെ വാദ്യങ്ങളാണ്. ഇതിൽ ഓപ്ഷനിൽ വരാത്ത തിമിലയാണ് ആൻസർ കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കി പഠിച്ചേക്കരുതെന്ന് പറഞ്ഞു. കണ്ടോ? ഇവിടെ ശുദ്ധമദ്ദള കൊടുത്തിരിക്കുന്നത്, തെറ്റാണ് കേട്ടോ. തിമിലയാണ് കേട്ടോ. കഥകളി വാദ്യങ്ങളെ ഉൾപ്പെടാത്തത് തിമിലയാണ്. ഇനി 107, ആസ്വാദന കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഏത്? ഓപ്ഷൻ എ ചർച്ചയിലെ പങ്കാളിത്തം, ഓപ്ഷൻ ബി ഉച്ചാരണ ശുദ്ധി, ഓപ്ഷൻ സി അക്ഷരവടിവ്, ഓപ്ഷൻ ഡി സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. എന്താണ് ആസ്വാദന കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായിട്ട് പരിഗണിക്കാവുന്നത്? എന്തായിരിക്കാം ആസ്വാദന കുറിപ്പിന്റെ ഓപ്ഷൻ? നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ ടീച്ചർ. കേൾക്കാം. ഓപ്ഷൻ പറഞ്ഞേ, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞേ. ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഉറപ്പാണോ? ആസ്വാദന കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായിട്ട് പരിഗണിക്കാവുന്നത് ഓപ്ഷൻ ഡി ആണോ? ഉറപ്പാണോ? സവിശേഷത തിരിച്ചറിയൽ. സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. പ്രയോഗങ്ങളും കൂടെ ഉണ്ട് കേട്ടോ, ഇച്ചിരി മാറി കിടക്കുന്നേ ഉള്ളൂ. സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. എന്താണ് ഒരു ആസ്വാദന കുറിപ്പിന്റെ എന്തിനാണ് നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് ഈ ആസ്വാദന കുറിപ്പ് എന്തിനാ എഴുതിക്കുന്നത്? എന്തിനാ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതാൻ വരുന്നത് 5, 6, 7 ക്ലാസ് UP തലത്തിലേക്ക് വരുമ്പോഴാണ് ആസ്വാദന കുറിപ്പ് കൂടുതലായിട്ടും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തിനാണ് ഈ ആസ്വാദന കുറിപ്പിന്റെ ആവശ്യകത? എന്തിനാണ് അത് ആസ്വാദന കുറിപ്പ് എഴുതിക്കുന്നത്? എന്തിനാ ഈ ആസ്വാദന കുറിപ്പ് എഴുതിക്കുന്നത്? എന്തിനാ അറിയോ? കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ. ഉത്തരം കറക്റ്റ്. എന്താ അതിന്റെ
ആശയം എന്തോരം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇനി വേറെന്തെങ്കിലും വേറെ എന്തിനാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് ഈ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത്? ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ ആസ്വാദനക്കുറിപ്പ് ഈ കോര കോര എഴുതിയിട്ട് എന്ത് കാര്യത്തിനാണ് ഓർത്തിട്ടുണ്ട്. അതിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഈ UP-യിലേക്ക് വരുമ്പോൾ 8 മാർക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആസ്വാദനക്കുറിപ്പ്. എന്തിനാണ് ഈ ആസ്വാദനക്കുറിപ്പിന്റെ ആവശ്യകത? എന്താണ് കുട്ടികൾക്കിടയിൽ ആസ്വാദനക്കുറിപ്പിന്റെ ആവശ്യകത എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കാം, എന്തൊക്കെ ആയിരിക്കണം? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അവരുടെ സർഗശേഷി. സർഗശേഷി പറഞ്ഞോ. അവരുടെ സർഗശേഷിയുടെ ഒരു എന്താ അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ടും ഈ ആസ്വാദനക്കുറിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരില് മറ്റൊരു കവിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മലയാളത്തില് ഈ ആസ്വാദനക്കുറിപ്പുകള്, കവിതകള്, അങ്ങനെയുള്ള രചനകള് ഒക്കെ കൊടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം അതാണ്. ഭാഷയെ അങ്ങനെ ഒരു ഭാവനയുടെ ലോകത്തേക്ക് കുട്ടി, ആ ഒരു ഉയർന്ന തലത്തിലേക്ക് കുട്ടി ഉയരണം. അതാണ് ഈ ആസ്വാദനക്കുറിപ്പുകൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. അവനിൽ ഉള്ള അവൻ ഇപ്പോ കവിതകളും എന്താണ് ചെറുകഥകള്, നോവലുകള്, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കവിതകള് ഒക്കെ അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ ഉള്ളിൽ തന്നെ വരികളോടും അക്ഷരങ്ങളോടും പദങ്ങളോടും പിന്നെന്താണ് സാഹിത്യത്തോടും ഒക്കെ ഒരു ഇമ്പം തോന്നണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കൂടുതലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. 1ഉം 2ഉം ക്ലാസ്സുകളിൽ ചിത്രവായന, കഥ പറച്ചില്, അങ്ങനെയൊക്കെയുള്ള ഭാഷയെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉയർന്ന ക്ലാസ്സിലേക്ക് നമുക്ക് LP UPയും പഠിക്കണമല്ലോ. അപ്പൊ UP തലത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇച്ഛാശക്തിയെ അല്ലെങ്കിൽ ഇവരുടെ ഭാവനയെ, ഇവരുടെ എന്താണ് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു സാഹിത്യത്തോടുള്ള സംഭവങ്ങൾ ഉയർന്നു വരണം. അത് കൂടുതലും പുറത്തേക്ക് ഇറങ്ങി വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ആസ്വാദനക്കുറിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രചനകൾ കൂടുതൽ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ഒരു കവിയെ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരു കവിയെ കിട്ടണമല്ലോ. ഈ കുട്ടികളിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ഇവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. പക്ഷെ മലയാളത്തിൽ അന്യം നിന്ന് പോകരുത്. അപ്പൊ അതുപോലെ ഉള്ള രചനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊടുത്താലാണ് എഴുത്തുകാരുണ്ടാവത്തുള്ളൂ. അത് മെയിൻ ആയിട്ടുള്ള റീസൺ. പിന്നെ ഇവരുടെ ഭാവന ആ ഒരു തലത്തിലേക്ക് ഉയരണം. അതായത് ഭാഷയെ സ്നേഹിക്കുന്നവരാകുന്ന അല്ലെങ്കിൽ ഭാഷയുടെ സാഹിത്യത്തിന് മുതൽക്കൂട്ടാകുന്ന സംഭാവനകൾ നൽകാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഈ ആസ്വാദനക്കുറിപ്പുകളും മറ്റും ചെയ്യിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ആസ്വാദനക്കുറിപ്പിന്റെ കാര്യം തപ്പി പോകുന്നതാണ് എൻ്റെ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ. അപ്പോ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എങ്ങും പോകണ്ട. ഇതെല്ലാം ജനറൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം എന്താ എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അതൊന്നും അല്ല. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് മാത്രം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് വായിക്കണം എന്ന് പറയുന്നത്. ആസ്വാദനം, കവിത, വായനകള്, ഇതെല്ലാം മലയാളത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. വായന തന്നെ പലതരത്തിലുണ്ട്. ഏതൊക്കെ ടൈപ്പ് വായനകളുണ്ട് നിങ്ങൾക്കറിയോ? വായന തന്നെ പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട് വായന? മൗനവായന, മൗനവായന, പറഞ്ഞേ. ചിത്രവായന, ചിത്രവായന, മൗനവായന, ചിത്രവായന, 1-2 ക്ലാസ്സുകളിൽ പിന്നെ ഏതാണ്? മൗനവായനയുണ്ട്, ശ്രാവ്യ വായനയുണ്ട്, ജൈവ വായന. എന്താണ് ജൈവ വായന? എന്തായിരിക്കണം? മൗനവായന, ജൈവവായന, മൗനവായന, ജൈവ വായന, ഗ്രാഫിക് റീഡിങ്, അങ്ങനെ പറയുന്ന വായനകൾ തന്നെ പലതരമുണ്ട്.
ഈ മലയാളം നിങ്ങൾ ഓർക്കരുത്, വളരെ സിമ്പിൾ ആണ്, കുറച്ച് ദിവസം കൊണ്ട് ക്യാച്ച് ചെയ്തെടുക്കാം എന്ന് വിചാരിക്കരുത്. വളരെ നീണ്ടു കിടക്കുന്ന വിശാലമായ ഷോറൂമാണ് കേട്ടോ. ഏത് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇവിടെ ഉത്തരവുണ്ട്. എന്ത് ചെയ്യണം എന്നാല്? ആസ്വാദനക്കുറിപ്പാണ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. വരാവേ, 10 മിനിറ്റ്. ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കാൻ ടീച്ചർ. കേൾക്കാം മിസ്സേ. കേൾക്കാലോ അല്ലേ? അപ്പൊ ഞാൻ അതിന് ടെക്സ്റ്റ് ബുക്ക് എടുത്തോണ്ട് വന്നാൻ പോയതാ. ഇതിനകത്ത് തപ്പിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അത് ഇങ്ങനെ ഇരിക്കുന്നോണ്ട്. ഇതില് നമ്മുടെ യൂണിറ്റ് 3 നമ്മുടെ ഭാഷയെ പറ്റി പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഇതാണ് യൂണിറ്റ്. ഈ യൂണിറ്റ് 2 പറയുന്ന മുഴുവൻ സാഹിത്യകാരന്മാരെ പറ്റിയാണ് കേട്ടോ. അവരുടെ ആത്മകഥകള്, അവരുടെ ചെറുകഥകള്, പിന്നെ അവരെ പല തലമുറകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കണം. ഇവിടെ യൂണിറ്റ് 3 ഈ ചെറുകഥകളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ആസ്വാദന കുറിപ്പുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആസ്വാദനക്കുറിപ്പിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കവിതയുടെ ആശയം മനസ്സിലാക്കുക, അത് എന്നതിനേക്കാൾ ഉപരി അവരുടെ ഭാവനയെ ഉണർത്തുക എന്നുള്ളതാണ് അവർ കൂടുതലായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ നമ്മുടെ ഭാഷയെ പറ്റി പറയുന്നുണ്ട്. ഗദ്യവും പദ്യവും എന്നുള്ള ചാപ്റ്റർ 3 പറയുന്നുണ്ട്. അതില് ചെറുകഥകളെ പറ്റിയും പിന്നെന്താണ് ഓരോ കാലഘട്ടത്തിന്റെയും രചനകളെ പറ്റി, 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ, അങ്ങനെ സാഹിത്യകാരന്മാരെ തന്നെ തലമുറകൾ അനുസരിച്ച് തിരിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നോവലുകളെ പറ്റി പറയുന്നുണ്ട്, നിരൂപണങ്ങളെ പറ്റി പറയുന്നുണ്ട്, ആത്മകഥകളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സാഹിത്യത്തോട് ഒരു അഭിരുചി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ടുള്ള ഒരു ഭാഷാശേഷി വികസിപ്പിച്ചെടുക്കുക, പുതിയ ആശയ ലോകത്തിലേക്ക് സ്വയം കടന്നു ചെല്ലാൻ സഹായകമാകും വിധം ഗൗരവപൂർണമായ വായനാശീലം വളർത്തുക, ഇതൊക്കെ ഉൾപ്പെടും. അതുപോലെ ഒരു ഭാവസുന്ദരമായിട്ട് എന്താണ് ആവിഷ്കരിക്കാനുള്ള സർഗാത്മക കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ ഈ ആസ്വാദന കുറിപ്പുകളിലെ അല്ലെങ്കിൽ ആസ്വാദനത്തിന്റെ എന്താണ് മേന്മകളാണ്. ആസ്വാദന കുറിപ്പുകളുടെ മേന്മകളാണ്. ആസ്വാദന കുറിപ്പ് എഴുതിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പം കൂടുതൽ മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആസ്വാദന കുറിപ്പ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഭാവനയെ വളർത്തിയെടുക്കുക, അതുപോലെ വാഗ്മയ ചിത്രങ്ങൾ, വാക്കുകളിലൂടെ ഒരു ചിത്രത്തെ രൂപീകരിച്ചെടുക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള സാഹിത്യപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആസ്വാദന കുറിപ്പ് കൊണ്ട് ഉദ്ദേശം, അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സവിശേഷമായിട്ടുള്ള പ്രയോഗങ്ങളെ തിരിച്ചറിയുക. അതാണ് ആസ്വാദന കുറിപ്പിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ചർച്ചയിലെ പങ്കാളിത്തം അല്ലെങ്കിൽ ചർച്ച ചെയ്തെഴുതുന്നതല്ലല്ലോ ഒരിക്കലും ഒരു ആസ്വാദന കുറിപ്പ്. കവിതയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചൊക്കെ ഇരുത്തി എന്താണെന്ന് പറയിക്കാനും ഒരു താളമിട്ട് പാടാനും ഒക്കെ കുട്ടികളെ ചർച്ചയ്ക്ക് ഇരുത്താറുണ്ട്. പക്ഷെ ആസ്വാദനക്കുറിപ്പ് എപ്പോഴും സ്വയമേ തന്നെ നമ്മൾ എഴുതിക്കുന്നത്. അപ്പം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ ആസ്വാദനക്കുറിപ്പ്. അവരവരുടെ ഉള്ളില് ആ കവിതയെ പറ്റി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ എഴുതുന്നത്. പിന്നെ ഉച്ചാരണ ശുദ്ധി
ഒരിക്കലും ആസ്വാദനക്കുറിപ്പിന്റെ ഒരു മാനദണ്ഡമല്ല. ഉച്ചരിക്കാൻ പദപ്രയോഗങ്ങൾ തെറ്റാതെ ഉച്ചരിക്കുക എന്നുള്ളത് ആസ്വാദനക്കുറിപ്പിന്റെ ഒരു അതിനെ വിലയിരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ അക്ഷരവലിവ്, ഹാൻഡ് റൈറ്റിംഗ് അല്ല. ഹാൻഡ് റൈറ്റിങ്ങുകൾക്കും ഉപരിയായിട്ട് അല്ലെങ്കിൽ അക്ഷരത്തിനും പറയുന്നതിനും ഒക്കെ ഉപരിയായിട്ട് അതിന്റെ ഉള്ളിലുള്ള കാമ്പ് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ആസ്വാദനക്കുറിപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സവിശേഷമായിട്ടുള്ള പ്രയോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടു, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതൊരു ഒരു സാഹിത്യത്തെ ഒരു ഇതാണ്. അപ്പൊ സാധാരണ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലെ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ ഒരു കവിത ആസ്വദിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളും ഇങ്ങനെയുള്ള സാഹിത്യ ശൈലികളും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആസ്വാദനക്കുറിപ്പിന് നമ്മൾ മാനദണ്ഡങ്ങളായിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എന്താണെന്ന്? ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതെയോ ഒത്തിരി ടഫായിട്ടാണോ തോന്നുന്നേ? പറഞ്ഞേ. ഹലോ, ഇല്ല, മനസ്സിലാവുന്നുണ്ട് മിസ്സേ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ആസ്വാദനക്കുറിപ്പിനെ പറ്റി നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇപ്പൊ ആ പേജ് നോക്കിയിട്ട് അത് കാണുന്നില്ല, ഞാൻ എടുത്തു വെച്ചിരുന്നതല്ലേ. അതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്നുള്ളത്. ഇനി 108ാമത്തെ ക്വസ്റ്റ്യൻ സൈക്കോളജി ഭാഗത്തു നിന്നുള്ളതാണ്. പഠനത്തെ സജീവ പ്രക്രിയയായിട്ടും അറിവിന്റെ നിർമ്മാണമായി വിവക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ഘടനാവാദം, ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ ഡി ജ്ഞാനനിർമ്മിതിവാദം. എന്താണ് പഠനത്തെ സജീവ പ്രക്രിയയായിട്ടും അറിവിന്റെ നിർമ്മാണമായിട്ടും വിവക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം? എന്താണ്? ഓപ്ഷൻ എ വ്യവഹാരവാദം. സൈക്കോളജിയിൽ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ജ്ഞാനനിർമ്മിതിവാദം ഒക്കെ കിട്ടിയിട്ടുള്ളതാണോ? കിട്ടിയിട്ടുള്ളതാണോ? പറഞ്ഞേ. കിട്ടിയായിരുന്നു. എന്താണ് വ്യവഹാരവാദം? എന്താണ് ശരിക്കും? എന്താണ് വ്യവഹാരവാദം? ബിഹേവിയർ, പെരുമാറ്റമായിട്ടാണ്. ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ? പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായി സിദ്ധാന്തമാണ് ചോദിച്ചിരിക്കുന്നത്. പഠനത്തെ ഒരു സജീവ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതില് കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് ആണ് കൂടുതലും. അറിവ് കുട്ടി തന്നെ നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു ഇതാണ് അവിടെ പറയുന്നത്, അറിവിന്റെ നിർമ്മാണം. മനസ്സിലായി? കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് കണ്ടുകൊണ്ട് അവൻ തന്നെ അറിവ് നിർമ്മിച്ചെടുക്കുക, അവൻ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പൊ അതാണ് പഠനത്തെ സജീവ ഒരു പ്രക്രിയയാക്കി അറിവിന്റെ നിർമ്മാണമായിട്ടും വിവക്ഷിക്കുന്ന ആ ഒരു സിദ്ധാന്തം. അതിനൊരു പേരുണ്ടല്ലോ. ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിക്കണം കേട്ടോ. എന്തായിരിക്കാം? പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായിട്ടും വിവക്ഷിക്കുന്ന മനഃശാസ്ത്രം. ഇത്ര സമയം വേണോ ഈ ക്വസ്റ്റ്യന്? ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദമാണ് കേട്ടോ. എന്താണ് ജ്ഞാനനിർമ്മിതിവാദം? എന്താണ്? കുട്ടി സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുക. അറിവ് നിർമ്മിക്കാം. നിർമ്മിതി വാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അറിവുണ്ടാക്കി എടുക്കുകയാണ് അല്ലെ? ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ, പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായും വിവക്ഷിക്കണം. അറിവ് നിർമ്മിച്ചെടുക്കുകയാണ് അവൻ തന്നെ. അപ്പൊ ജ്ഞാനത്തെ നിർമ്മിച്ചെടുക്കുകയാണ്, പുതിയ അറിവുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ആ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തത്തിന് പറയുന്നതാണ് ജ്ഞാനനിർമ്മിതിവാദം. ബിഹേവിയർ, വ്യവഹാരവാദം അല്ല കേട്ടോ. വ്യവഹാരം നമ്മുടെ പെരുമാറ്റം, നമ്മുടെ രീതികൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് വ്യവഹാരവാദത്തിൽപ്പെടുന്നത് കേട്ടോ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്താണെന്നുള്ളത് അറിയോ? പരിസരത്തിന്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് നിൽക്കുന്ന ഇതാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് സൈക്കോളജി കിട്ടിയിട്ടുള്ളതല്ലേ അല്ലേ? തെറ്റിക്കരുത് കേട്ടോ. തെറ്റിക്കരുത്. പല വാദങ്ങളും കയറി വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, 109ാമത്തെ ക്വസ്റ്റ്യൻ. വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ്?
വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ അറിയാവോ? അതിലാരാണ്? പ്ലേറ്റോ, ക്ലീറ്റസ്, അരിസ്റ്റോട്ടിൽ, വില്യം ഷേക്സ്പിയർ. ആരായിരിക്കാം? വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആരായിരിക്കാം? അരിസ്റ്റോട്ടിൽ ആണ് കേട്ടോ. അരിസ്റ്റോട്ടിൽ. വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുക എന്ന് പറയുന്നത്. ഇനി 110. യോഗ്യൻ എന്ന് നടിക്കുക എന്ന ആശയം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ നല്ല പിള്ള ചമയുക, ഓപ്ഷൻ ബി നാക്കിന് നീളമേറുക, ഓപ്ഷൻ സി നാരദക്രിയ, ഓപ്ഷൻ ഡി നിഷ്കണ്ഠകൻ. എന്താണ് യോഗ്യൻ എന്ന് നടിക്കുക എന്ന ആശയം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശൈലി? യോഗ്യൻ എന്ന് നടിക്കുക എന്താണ്? നല്ല പിള്ള ചമയുക. നല്ല പിള്ള ചമയുക. നല്ല പിള്ള ചമയുക എന്നുള്ളതാണ്. നമുക്ക് വളരെ ക്ലിയർ ആണ് കേട്ടോ. ഓപ്ഷൻ നാക്കിന് നീളമേറുക ഒരിക്കലും അല്ല, നാരദക്രിയ അല്ല, നിഷ്കണ്ഠകൻ അല്ല. നല്ല പിള്ള ചമയുക എന്നാണ് യോഗ്യൻ എന്ന് നടിക്കുക എന്ന ആശയം. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. പിന്നെ ആ ഗദ്യം പദ്യം നിങ്ങൾ വിട്ടുപോകരുത്, അത് ചെയ്തിടണേ കേട്ടോ. ഗ്രൂപ്പിലിടണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് തരണം. ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഗദ്യം പദ്യം എന്നുള്ളത്. ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആണ്. ആ 10 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടാം കേട്ടോ. ഓക്കെ, എന്നാ ഇന്നത്തേക്ക് ഇത് മതിയില്ലേ? നിർത്താം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.